നിങ്ങൾ ഒരു വിദേശ നഗരത്തിലെ ഹോട്ടലിനുള്ളിൽ ചെക്ക് ഇൻ ചെയ്യുകയാണ്. എന്നാൽ ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ തിരികെ വരുമ്പോൾ നിങ്ങളുടെ മുറി നമ്പർ മാറിയിരിക്കുന്നു. ഹോട്ടൽ ജീവനക്കാരൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇതിനു മുൻപ് ഈ ഒരു ഹോട്ടലിൽ വന്നിട്ടില്ല, നിങ്ങളോട് കൂടി ആരും തന്നെ ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ ഒരു ഹോട്ടലിനുള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒരു മണിക്കൂർ മുമ്പ് നിങ്ങളുടെ റൂമിലാക്കിയിട്ട് പോയ നിങ്ങളുടെ അമ്മ എങ്ങോട്ടേക്കോ അപ്രത്യക്ഷമായിരിക്കുന്നു. നിങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തതിന്റെ യാതൊരു വിധത്തിലുള്ള രേഖകളും അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. ഇത്തരത്തിലൊരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ എങ്ങനെയിരിക്കും? പറഞ്ഞു വരുന്നത് മുത്തശ്ശി കഥകളിൽ തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ടിരുന്ന ദ വാനിഷിംഗ് ഹോട്ടൽ റൂമിന്റെ കഥയെ പറ്റിയിട്ടാണ്. എന്തായിരിക്കാം കഥകൾക്കപ്പുറം ഇതിന്റെ യാഥാർത്ഥ്യം? വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. ഒരു വേനൽക്കാലം പാരീസ് ലോക പ്രദർശനത്തിന്റെ ചൂടിലാണ്. ലോകമെമ്പാടുമുള്ള ആളുകൾ പുതിയ കണ്ടുപിടുത്തങ്ങളും വിചിത്രങ്ങളും കാണുന്നതിന് വേണ്ടി പാരീസിലേക്ക് ഒഴുകിയെത്തുന്ന ദിനങ്ങൾ. ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു അമ്മയും മകളും എലീസ ആൻഡ് കാരോലൈൻ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് പാരീസിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ പാരീസിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹോട്ടലിൽ അവർ മുറിയെടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. പാരീസിൽ എത്തിയതിനു ശേഷം ഇരുവർക്കും നല്ല രീതിയിൽ തന്നെ യാത്രാക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്നിട്ടായിരുന്നു ഇവർ രണ്ടുപേരും ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ടായിരുന്നത്. തങ്ങളുടെ ക്ഷീണമൊക്കെ മാറ്റി വേൾഡ് ഓഫ് ഫെയർ കാണാനായിട്ട് പോകാമെന്നായിരുന്നു ഇവരുടെ തീരുമാനം എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു ഹോട്ടലിനുള്ളിലേക്ക് ചെക്ക് ഇൻ ചെയ്തതിന് പിന്നാലെ കാരോളിന്റെ അമ്മയായിട്ടുള്ള എലീസയ്ക്ക് അസുഖം പിടിപെടുകയാണ്. ആ ഒരു ഹോട്ടലിനുള്ളിലെ ഡോക്ടർ ആവശ്യമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തിയെങ്കിലും എലീസയെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ആ ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ തന്റെ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നഗരത്തിനുള്ളിലെ ഒരു ഫാർമസിയിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ട് വരാനായിട്ട് ഡോക്ടർ കാരോളിനോട് നിർദ്ദേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ഹോട്ടലിലെ ജീവനക്കാർ വേഗത്തിൽ തന്നെ തിരിച്ചു വരണമെന്നൊരു നിർദ്ദേശവും കാരോളിന് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്റെ അമ്മയ്ക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങിക്കൊണ്ട് വന്ന കാരോളിൻ ഹോട്ടലിൽ കണ്ട കാഴ്ചകൾ വിശ്വസിക്കാനാവാത്തതായിരുന്നു. താൻ തന്റെ അമ്മയെ ആക്കിയിട്ട് പോയ മുറിയുടെ നമ്പർ മാറിയിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു മുറിക്കുള്ളിൽ മറ്റൊരു കുടുംബം താമസിക്കുകയാണ് എന്ന് ഹോട്ടലിലെ ജീവനക്കാർ കാരോളിനോട് പറയുകയാണ്. അങ്ങനെ ഹോട്ടൽ റിസപ്ഷനിൽ അന്വേഷിക്കുന്ന സമയത്ത് തന്റെ കൂടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. താൻ ഈ ഒരു ഹോട്ടലിൽ റൂമേ എടുത്തിട്ടില്ല എന്നൊരു വിവരങ്ങളാണ് കാരോളിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. തന്നെയോ തന്റെ അമ്മയെയോ ഹോട്ടലിന്റെ പരിസരത്ത് പോലും ആരും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. തങ്ങളുടെ ചെക്ക് ഇൻ റെക്കോർഡുകളോ കോണ്ടാക്ട് ഡീറ്റെയിൽസോ ഒന്നും അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവം കാരോളിനെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തന്റെ അമ്മയുടെ പേരും വിവരങ്ങളും എല്ലാം അവൾ അവരോട് പറഞ്ഞെങ്കിലും ആരും തന്നെ അവയൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഹോട്ടൽ മാനേജർ അവൾക്ക് മാനസിക വൈകല്യമാണ് എന്ന് സ്ഥാപിച്ച് അവളെ ഹോട്ടൽ റൂമിൽ നിന്ന് പുറത്താക്കുകയാണ്. തുടർന്ന് കാരോലൈൻ പോലീസിനെ സമീപിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള തെളിവുകളും ലഭിക്കാത്തതിനെ തുടർന്ന് അവിടെ നിന്നും അവൾ പുറത്താക്കപ്പെടുകയാണ്. അങ്ങനെ നിസ്സഹായയായിട്ട് തന്റെ അമ്മ ഇല്ലാതെ അവൾക്ക് പാരീസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു മടങ്ങേണ്ടി വന്നു. ദിവസങ്ങളോളം അന്വേഷിച്ചെങ്കിലും തന്റെ അമ്മയെ അവൾക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണ് തന്റെ അമ്മയ്ക്ക് സംഭവിച്ചത് എന്നതിനെ പറ്റിയിട്ട് യാതൊരു വിധത്തിലുള്ള അറിവുകളും അവൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കഥ ചരിത്രകാരന്മാർക്കും എഴുത്തുകാർക്കും അന്വേഷകർക്കും ഇന്നും വലിയൊരു തലവേദനയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലർ പറയുന്നത് ക്വാറന്റൈൻ കവറപ്പ് ആയിരിക്കാം എന്നാണ്. തന്റെ അമ്മയ്ക്ക് പെട്ടെന്നുണ്ടായിരിക്കുന്ന അസുഖം എന്തെങ്കിലും മഹാമാരിയുടെ ലക്ഷണമാവാം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അധികാരികൾ അവളെ രഹസ്യമായി മാറ്റുകയും ഹോട്ടൽ മുറി ശുചീകരിക്കുകയും ഹോട്ടൽ അധികൃതരോട് ഈ ഒരു സംഭവത്തെ മറയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടാവാം എന്നാണ്. രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് ആ ഒരു ഹോട്ടലിലുള്ള ആരോ തന്റെ അമ്മയെ വധിച്ചിട്ടുണ്ടാവാം. ഇതിനെ തുടർന്ന് ഹോട്ടൽ മാനേജ്മെന്റ് ഈ ഒരു കേസ് മറച്ചു വെച്ചതാവാം എന്നാണ്. മൂന്നാമതായിട്ട് ഈ ഒരു കേസിനെ പറ്റിയിട്ട് വരുന്ന തിയറി എന്ന് പറയുന്നത് ടൈം സ്ലിപ്പ് തിയറി എന്ന തിയറിയാണ്. ചില പാരാനോർമൽ അന്വേഷകർ പറയുന്നത് കാരോലൈൻ മറ്റേതോ ഒരു കാലഘട്ട മാറ്റത്തിൽ തുടങ്ങി മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നതായിരിക്കാം എന്നാണ്. 1900 തുടക്കത്തിൽ ഈ ഒരു സംഭവം പത്രങ്ങളിലും നോവലുകളിലും പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് 1932 ദി വാനിഷിംഗ് ലേഡി എന്ന പേരിൽ ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി സിനിമ ഇറങ്ങുകയും ചെയ്തു.
ഈ ഒരു സംഭവത്തെ ഇന്നും ട്രാവൽ മിസ്റ്ററീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ചിലർ ഇന്നും വിശ്വസിക്കുന്നത് ഇതൊരു നടന്ന സംഭവം തന്നെയാണ്. എന്നാൽ സർക്കാർ ഇതിന്റെ രേഖകൾ ഇന്നും മറച്ചു വെച്ചിരിക്കുകയാണ്. 1891 എന്തായിരിക്കാം യഥാർത്ഥത്തിൽ പാരീസിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇന്നേ വരെ ആർക്കും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. See you on the next chapter. Until then, it's me Jaswin from Secret Book, signing off.